ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ ഒരു നല്ല പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാണ്. മോർണിംഗ് മനയുമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. മോർണിംഗ് മനയുടെ ഹെഡിങ് ആയിട്ട് നമുക്ക് നൽകപ്പെടുന്ന ഒരു പ്രശസ്തി പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. US ലേബർ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയതായി 2 വർഷത്തിന് ശേഷം ന്യൂയോർക്ക് നഗരത്തില് പകുതിയും അദ്ദേഹത്തിന് തന്നെ അവകാശപ്പെട്ടതായ വലിയ നിർമ്മാണ ഇടപാടുകളൊക്കെയും നടത്തുകയും തനിക്ക് പണ്ടുണ്ടായിരുന്നതായ ആ ഒരു വലിയ പ്രശസ്തി നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ആ ഇടപാടുകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു വലിയ മാറ്റമുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തില് മനുഷ്യരായിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ തങ്ങളുടേതായ പ്രശസ്തിയും പ്രതാപവും ഒക്കെയും ഒരുപക്ഷെ കുറ്റാരോപണം നിമിത്തമോ അല്ലെങ്കിൽ അറിവില്ലായ്മ നിമിത്തമോ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പല പെശകൾ നിമിത്തമോ പ്രശസ്തി അല്ലെങ്കിൽ നല്ല വ്യക്തി എന്നുള്ളതായ നിലയിലുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പദവിയിലൊക്കെയും ആയിരിക്കുമ്പോൾ അനേക ആരോപണങ്ങള് ഒരുപക്ഷെ നേരിടേണ്ടതായിട്ട് വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ആ വ്യക്തിയെ മാനസികമായി വളരെയധികം പ്രയാസപ്പെടുത്തുന്നതായ ഒരു അനുഭവമാണ് എന്ന് ഈ ലോക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുവന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചുകൊണ്ട് തന്റെ ജീവനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പാപികളായിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം മനസ്സ് മാറി മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാപിയുടേതായ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാകുന്നതായ ഒരു നല്ല അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ലോകപ്രകാരം ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു തെറ്റിലേക്ക് ഒരു വ്യക്തി അകപ്പെട്ടു പോയി കഴിയുമ്പോൾ അവന് അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന തീരുമാനത്തോടെ പ്രവർത്തിച്ചെങ്കിലും അവന് ആ പ്രശസ്തി നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ അവൻ കടന്നുപോയാലും അവൻ നല്ലത് പ്രാപിക്കുവാനുള്ള പരിശ്രമത്തിലാണെങ്കിലും പണ്ടത്തെ കാര്യങ്ങള് മറ്റുള്ളവരുടെ മനസ്സിലിരുന്നുകൊണ്ട് ആ വ്യക്തിയെ അവസരം വരുമ്പോൾ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരുവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന മനഃപൂർവ്വമായി ക്ഷമാപണം നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവനൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും അവൻ മാനസികവുമായി സന്തോഷമുള്ളവനും ജഡികമായി ആരോഗ്യമുള്ളവനായി അവൻ സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായ നല്ല അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സന്തോഷമുള്ള ഹൃദയവുമായി ദൈവത്തിന്റെ കൽപ്പനകളെയൊക്കെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആ നല്ല അനുഭവത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് ആ പ്രശസ്തിയെ പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തികളും തങ്ങളുടെ ആ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ അവന്റെ ഹൃദയങ്ങളിലെ ദൈവത്തിന്റെ വചനം എഴുതി കഴിയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിൽ അവന് യഥാർത്ഥമായ ഒരു സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രസിക്കുവാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൽ ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഈ ലോകപ്രകാരം പ്രശസ്തി ആർജിക്കുവാൻ തക്കവണ്ണം അവൻ സന്തോഷമുള്ളതായി ദൈവത്തിന്റെ സ്വഭാവമുള്ളതായി തീർന്നുകൊണ്ട് അവൻ അനേക പടവുകൾ താണ്ടി അവന്റെ വഴികളിലൊക്കെയും
കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കുകയും അവനെ ആത്മീയവും ഭൗതികമായി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനേകര് നഷ്ടപ്പെട്ടു പോയതായ പല പ്രശസ്തികളെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം വളരെയധികം പരിശ്രമിക്കുന്നതായിട്ട് ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവത്തെങ്കിലേക്ക് ഒരു വ്യക്തിയെ കടന്നു വന്നു കഴിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും സെക്രിയ പറഞ്ഞ 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ വസ്ത്രം ധരിപ്പിക്കുകയും എന്നരുളി ചെയ്തു. അപ്പോൾ തീർച്ചയായും മുഷിച്ച വസ്ത്രങ്ങളൊക്കെയും മാറ്റി ദൈവത്തിന്റെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് നമ്മെ രണ്ട് കൈ കൊണ്ടും സ്വീകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തില് പ്രിയമുള്ളവരെ നമ്മെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് മുഷിഞ്ഞതായ പാപത്തിൻ്റെതായ കറകളെയൊക്കെയും മാറ്റിക്കൊണ്ട് ആ ദൈവത്തിന്റെ ആ വചനത്തില് അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഉത്സവ വസ്ത്രം ധരിച്ചുകൊണ്ട് നാം ഈ ലോകത്ത് ഒരു മാതൃക ഉള്ളവരായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തില് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയില് പാദപീഠത്തിൽ മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് ദൈവസന്നിധിയില് സന്തോഷമുള്ളവരായി ദൈവത്തിന്റെ ഉത്സവ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്തിലുള്ളതായ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളൊന്നും നമ്മെ അലട്ടാതെ വണ്ണം ആ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുന്നത് കർത്താവ് നമ്മെ ധരിപ്പിക്കുന്നതായ ആ ഉത്സവ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. ലീലാമദാസ് വെട്ടിപ്പുറം ചർച്ച്, സുനിൽ ജോർജ് വെണ്ണിക്കുളം ചർച്ച്, ലേബാൻ ബാബു അടൂർ ചർച്ച്, ബിനോ ജോൺ പുന്നവേലി ചർച്ച്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിന്ന് ജന്മദിനമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പുതിയ വർഷം കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ ആത്മീയ ജീവിതം കർത്താവെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗത്താല് ക്ഷീണത്താല് പ്രയാസത്താല് അനേകരായിരിക്കുന്നു. അതിനൊക്കെയും ആശ്വാസവും വിടുതലും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന് കൊടുത്ത് കർത്താവെ അവർ ഉത്സവ വസ്ത്രം ധരിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ സ്വർഗം അനുഗ്രഹിക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.